ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും പീസ് കറി കേട്ടോ. അപ്പോൾ ഇടിയപ്പത്തിന് ഉള്ളതൊക്കെ വാട്ടി വെച്ചിട്ട് കുക്കറിൽ ഗ്രീൻ പീസ് റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഇന്ന് സ്കൂളിലേക്ക് വലുതായിട്ട് കൊടുത്തിരുന്നത് ക്യാരറ്റും ബീറ്റ്റൂട്ടും ആണ് കേട്ടോ. അപ്പോൾ രണ്ടും സെയിം അളവിലാണ് എടുത്തിട്ടുള്ളത്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ച് സവാളയും പച്ചമുളകും കറിവേപ്പിലയും വഴറ്റി അതിലേക്ക് പൊടികളായിട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി മാത്രമാണ്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ മുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അതല്ലെങ്കിൽ ആ ഒരു പച്ചമുളകിൻ്റെ എരിവ് മാത്രം മതിയാവും. പിന്നെ ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റും ബീറ്റ്റൂട്ടും കൂടി ഇട്ട് കൊടുക്കുക. അടച്ചും മൂടി ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ആ ഒരു ടൈമിൽ ഞാൻ ഇടിയപ്പത്തിന് വാട്ടി വെച്ചിട്ടുള്ള പൊടിയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചൂടാറേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് വേഗം നമുക്കിതുപോലെ ഇടിയപ്പം റെഡിയാക്കി എടുക്കാം കേട്ടോ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ ഇവിടെ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പിള്ളേർ പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞു കേട്ടോ. സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ പൊടി വാട്ടുമ്പോൾ കുറച്ച് കൂടുതൽ വാട്ടി വയ്ക്കും കേട്ടോ. എന്നിട്ട് വൈകുന്നേരത്തേക്ക് ഞാൻ അവർക്കത് കൊഴുക്കട്ടയായിട്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇന്നിപ്പോൾ പൊടി വാട്ടിയപ്പോൾ കുറഞ്ഞു പോയി. അതുകൊണ്ട് വൈകുന്നേരത്തേക്ക് വേറെ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വേണം. ഇന്നിപ്പോൾ എൻ്റെ ഒപ്പം മോൾ അടുക്കളയിൽ തന്നെ ഉണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ആൾക്ക് പനി നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ 3 ദിവസത്തിന് ശേഷം ഡോക്ടർ ബ്ലഡ് ചെക്ക് ചെയ്യാനായിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ആയിട്ടൊന്ന് പോകണം. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ക്യാരറ്റിൻ്റെയും ബീറ്റ്റൂട്ടിൻ്റെ ഒക്കെ വേവ് കറക്റ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ചിരണ്ടിയതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് ബീറ്റ്റൂട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ കഴിക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുട്ടയും കൂടിയും കുത്തി ഒഴിക്കുകയാണെങ്കിൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് അവർക്ക് സൈഡായിട്ട് കൊടുത്തിരുന്നത് ക്യാരറ്റ് ആട്ടോ. ഫ്രൂട്ട്സ് ഒന്നും കട്ട് ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടിയില്ല. പിന്നെ ഇന്നലത്തെ മോരുകറി തന്നെയാണ് ഇന്ന് ചാറുകറിയായിട്ട് വച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ചോറ് സെറ്റാക്കാം. ഈ ഒരു ടൈമിൽ എനിക്ക് ഇത്രയും ഹറിബറിയൊന്നും വരാറില്ല കേട്ടോ. ഇതിപ്പോൾ ഞങ്ങളുടെ ഗ്യാസ് അടുപ്പിൻ്റെ ഒരടുപ്പ് മാത്രമാണ് പ്രോപ്പറായിട്ട് ഫ്ലെയിം ഉള്ളത്. ബാക്കി ചെറിയ അടുപ്പിൽ കുറച്ച് വരുന്നുണ്ട്. വലിയ അടുപ്പിൽ ഒട്ടും തീ വരുന്നില്ല കേട്ടോ. അതിൻ്റെ റെഗുലേറ്റർ ജസ്റ്റ് തിരിയുന്ന പോലും ഇല്ല. ആ ഒരു കണ്ടീഷനിലാണ്. അപ്പോൾ കുറേ ദിവസമായി അവരെ വിളിക്കുന്നത്. അപ്പോൾ ഇതുവരെയായിട്ടും അവരെത്തിയിട്ടില്ല. ഇൻഷാ അല്ലാ എല്ലാം ശരിയാവും. അപ്പോൾ ഈ ഒരു ഹർബറിക്കൊക്കെ ഒരു സമാധാനം എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്തായാലും മോള് വലിയ അലമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് കറക്റ്റായിട്ട് എനിക്ക് അവരെ റെഡിയാക്കി വിടാൻ പറ്റിട്ടോ. പിന്നെ അവരാണെങ്കിലും മോൾക്ക് വയ്യാതായപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുമ്പോൾ ഒരുപാട് ടൈമൊന്നും ആവാറില്ല കേട്ടോ. അപ്പോൾ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരും അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. പിന്നെ മക്കളല്ലേ, അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ.